പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പള്ളിയുടെ റൂമിൽ വന്നുകൊണ്ട് വല്ലാത്ത കരച്ചിൽ, ഒരു ദുആവസിയത്തുമായി വന്നതാണ്. എന്താ ദുആവസിയത്ത്? അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട വേണ്ടപ്പെട്ട ഒരു സഹോദരിക്ക് ഓട്ടോയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, ഭർത്താവാണ് ഓട്ടോ ഓടിക്കുന്നത്, പിൻസീറ്റിലിരിക്കുകയാണ്. ഒരു ചെറിയ കുട്ടിയുണ്ട്, അവരുടെ പേരക്കുട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു അപകട സാധ്യതയുടെ മുഖം വന്നപ്പോൾ ഓട്ടോ ഒന്ന് വെട്ടിച്ചതാണ്. ഈ അരികു ഭാഗത്ത്, ഡോർ ഭാഗത്തിരുന്ന ആ പ്രിയപ്പെട്ട ഭാര്യ റോട്ടിലേക്ക് വീണു, തലയടിച്ചു. ഇപ്പോൾ തലച്ചോറ് അല്ലെങ്കിൽ തലയോട്ടിയുടെ ഒരു ഭാഗം ഫ്രീസറിൽ വച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരനക്കുമെല്ലാം ഉണ്ടാട്ടില്ല. മക്കൾ ആ ഐസിയുൻ്റെ വാതിക്കെ കിടന്ന് കരയുക. ഉമ്മിച്ചി മോളേന്നോ മോനേന്നൊക്കെ ഒന്ന് വിളിച്ചു കിട്ടുമോ, ഒന്ന് മിണ്ടിക്കിട്ടുമോ എന്നാലോചിച്ചുകൊണ്ട് വേദനിച്ച് കരയുന്ന രംഗം. ഇത് പ്രിയപ്പെട്ടവരെ, ഇത്തരം അപകടങ്ങൾ അല്ലെങ്കിൽ സമാനമായ അപകടങ്ങൾ സർവ്വസാധാരണമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമ്മുടെയൊക്കെ പരിചയത്തിൽ. തീർച്ചയായും ഇത്തരം പരീക്ഷണങ്ങൾ, അള്ളാഹു പരീക്ഷണം ഏറ്റ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും അള്ളാഹു സമാധാനം സലാമത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കത്തരം പരീക്ഷണങ്ങളില്ലാതെ അള്ളാഹിൻ്റെ കാവൽ പ്രദാനം ചെയ്യട്ടെ. ഇത്തരം നമുക്ക് താങ്ങാൻ കഴിയാത്ത ജഹദുൽ ബലാ, പരീക്ഷണങ്ങൾ കടുത്തു വരിക, അതിൽ നിന്ന് സലാമത്ത് കിട്ടാൻ ഏറ്റവും എഫക്റ്റീവായൊരു ദുആ ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും കൊണ്ടുവന്ന പ്രഗത്ഭമായ ഹദീസിൽ കാണാം. ഒരു ദുആ, അത് മനസ്സറിഞ്ഞ് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും മനസ്സറിഞ്ഞ് ചൊല്ലണം. അള്ളാഹിൻ്റെ വലിയ സഹായം ഉണ്ടാവും. ഏതാണ് ആ ദുആ എന്നറിയണ്ടേ, എപ്പോഴാണ് ചെയ്യേണ്ടതെന്നറിയണ്ടേ, എന്താണ് ആ ദുആയിൽ പറയുന്നതെന്നറിയണ്ടേ. നിർബന്ധമായി നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട പ്രഗത്ഭമായ ദുആ, അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാ. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഓരോ നാടുകളിലും നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ, പ്രത്യേകിച്ച് നമ്മുടെ പരിചയക്കാരുടെ ഒട്ടനവധി ആളുകളുടെ പ്രയാസങ്ങൾ പറഞ്ഞ് പ്രത്യേകിച്ച് ദുആയിൽ ചേർക്കണം. ഉസ്താദേ, മഴയുടെ പ്രയാസങ്ങൾ വലിയ വേദനകളാണെന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അള്ളാഹു എല്ലാവരുടെ പ്രയാസവും, എല്ലാ ജനങ്ങളുടെ പ്രയാസവും അള്ളാഹുവെ നീ നീക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണത്തിൻ്റെ പിടുത്തം അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകാതെ നിൻ്റെ കാവൽ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും മരിച്ചുപോയവർക്ക് ജന്നത്തുൽ ഫിർദൗസും നീ പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം പള്ളിയിലിരിക്കുന്ന വേളയിൽ ഒരു സഹോദരൻ വന്നു, ഒരു ദുആവസിയത്തുമായി വന്നിട്ട് വല്ലാതെ എങ്ങനെ പിടിവിട്ട് കരയുകയാണ്. വല്ലാത്ത കരച്ചിലാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു സഹോദരിയുടെ, ഒരു കുടുംബത്തിൻ്റെ വാർത്ത പറയാനാണ്, ദുആ ചെയ്യാനാണ്. അപ്പോൾ പള്ളിയിൽ ദുആ ചെയ്യുമ്പോൾ ഒന്നുകൂടെ എഫക്റ്റ്. ഇപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ 1000-ൽ പരം ആളുകൾ ജുമാക്ക് ഈ വിനീതൻ്റെ മസ്ജിദിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ അവിടെ ഭൂരിഭാഗവും യാത്രക്കാരായിരിക്കും. പ്രത്യേക ദുആക്ക് ഇജാബത്തുണ്ട്. അപ്പോൾ ആ എഫക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി മുന്നിൽ വന്നു. വല്ലാതെ കരഞ്ഞു. ഞാൻ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, പടച്ചോനെ എത്ര വലിയ പ്രയാസമാണ്, എന്താ വിഷയം. കേട്ട് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാതെ ആ ഒരു വാർത്ത, ദുരിത വാർത്ത കേൾക്കാൻ കഴിഞ്ഞില്ല. അതായത് ആ ഒരു സഹോദരിയുടെ ഒരു 40 വയസ്സിൻ്റെ മുകളിൽ ഏതായിരുന്നാലും പ്രായമുള്ള ഒരു സഹോദരിയാണ്. ആ സഹോദരിയുടെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ്. അവരാണ് കുടുംബം. അവരുടെ മകളുടെ ഒരു പേരക്കുട്ടിയുണ്ട്, ചെറിയ വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുമായി യാത്രയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഉമ്മയുടെ ഉമ്മ ഉണ്ട്, അതേപോലെ തന്നെ ഭർത്താവും ഉണ്ട്. അങ്ങനെ യാത്ര ചെയ്യാൻ, ഓട്ടോയിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഏകദേശം ഒരു മൂവാറ്റുപുഴ പരിസര ഭാഗങ്ങളിൽ, ആ ഒരു പരിസര ഭാഗത്താണുള്ളത്. അവിടെ വെച്ച് മറ്റൊരു വണ്ടിയുമായിട്ടുള്ള ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടി പെട്ടെന്ന് വണ്ടിയൊന്ന് ബ്രേക്ക് എടുക്കുകയോ അതെയോ പെട്ടെന്ന് ഒന്ന് വെട്ടിച്ചു മാറ്റുകയോ ചെയ്തപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കിടക്കണമല്ലോ. ഓട്ടോയുടെ ബാക്കിലുള്ള സീറ്റ് നമുക്കറിയാമല്ലോ എത്രയുണ്ട്. അവിടെ ഇങ്ങനെ കുട്ടി ഇങ്ങനെ അങ്ങേ സൈഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ഒരു അരികു ഭാഗം, അതായത് വാതിലിൻ്റെ ഭാഗത്ത്, ഡോറിൻ്റെ ഭാഗത്ത് പിന്നെ ഈ ഉമ്മ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സ്ഥലമുള്ള ഗ്യാപ്പിൽ പതുക്കെ ഇങ്ങനെ ഇരിക്കാൻ. വണ്ടി പെട്ടെന്ന് തെറ്റിച്ചപ്പോൾ, പ്രത്യേകിച്ച് അവിടെ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഒന്നുമില്ലല്ലോ, പെട്ടെന്ന് റോട്ടിലേക്ക് മറിഞ്ഞു, തലയടിച്ചു. ഭയങ്കര സാരമായ പ്രശ്നമായി. അങ്ങനെ മെഡിക്കൽ ടെസ്റ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. ഒരു അനക്കമില്ല, ഒരു ചലനമില്ലാത്ത തരത്തിൽ. ഏകദേശം ഒരാഴ്ചയോളമായി ഒരു റെസ്പോൺസും ഇല്ലാത്ത തരത്തിൽ കിടക്കുകയാണ്.
ആ സഹോദരൻ എന്ന് പറഞ്ഞത് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ് ഫ്രീസ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ തലയോട്ടിയുടെ ഒരു ഭാഗം ഈ ഒരു സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ആ ഒരു ടെമ്പറേച്ചറൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഫ്രീസ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ആ ഒരവസ്ഥയിൽ ആലോചിച്ച് നോക്കണം നമ്മൾ. അങ്ങനെ സകല പിടുത്തവും വിട്ടു മക്കളൊക്കെ ഇങ്ങനെ ആ വരാന്തയിൽ കിടന്നിങ്ങനെ കരയാ, ഉമ്മച്ചി ഒന്ന് ഞങ്ങളെ വിളിക്കുമോ, മോളേന്ന് വിളിക്കുമോ, മോനേന്ന് വിളിക്കുമോ, ഒന്ന് മിണ്ടിക്കാണുമോ, ചുമ്മാ ഒന്ന് കിടന്നാൽ മതി, വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യണ്ട, ഒന്ന് കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വേദനയോടെ നിൽക്കുന്ന സന്ദർഭമാണ്. ഒരു ചലനവുമില്ല, ഒരു അനക്കമില്ലാത്ത അവസ്ഥയാണ്. എന്നാലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവർ, ആ കുടുംബത്തിന് ഏറ്റിരിക്കുന്ന ഏറ്റവും വേദന. ഇങ്ങനെ ആയിരക്കണക്കിന് വാർത്തകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ പ്രസൻ്റായ ഒരു വാർത്തയെക്കുറിച്ചാണ് പറയുന്നത്. വല്ലാത്ത സങ്കടമായി ആത്മാർത്ഥമായി ദുആ ചെയ്തു. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പരീക്ഷണങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും ആ കുടുംബത്തെയും നമ്മയും അല്ലാഹു കാക്കട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയണം. ഒരുപാട് നാടുകളിൽ, കേരളത്തിൻ്റെ 14 ജില്ലകളിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യയുടെ പുറത്തും വിദേശത്തും ഒരുപാട് കുടുംബത്തിൽ അംഗങ്ങളുള്ള ഒരു വലിയ ഫാമിലിയാണ് അൻവാർ ഫജർ. അതാ അറിയണമെങ്കിലൊന്ന് പുറത്തിറങ്ങി നോക്കണം. അൽഹംദുലില്ലാഹ് എത്ര കുടുംബങ്ങളാണ്. ഒരു കുടുംബങ്ങളെപ്പോലെ ഇങ്ങനെ വർഷങ്ങളായിട്ടിങ്ങനെ ഒരുമിച്ച് ജീവിച്ചു പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ ഒരു ദുആ ചെന്ന് മുട്ടും. അല്ലാഹുവേ, ആ കുടുംബത്തിന് പ്രയാസം അനുഭവിക്കുന്ന കുടുംബത്തിന് എത്രയും പെട്ടെന്ന് നീ ഹൈറായ ഒരു സലാമത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. നിനക്കറിയാലോ ഹൈറായ സലാമത്ത് ഏതാണ്, നീ ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനെ. അത്തരം പ്രയാസങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാവലിലാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഒരു മാറ്റർ വന്ന് മുന്നിൽ പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ അൻവാർ ഫസിൻ്റെ കുടുംബത്തിനോട് വളരെ എഫക്റ്റീവായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന വളരെ എഫക്റ്റീവായ മുത്തഫഖുൻ അലൈഹിയായ ഹദീത്താണ് ഈ ദുആ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ, ഇമാം മുസ്ലിം തങ്ങൾ സ്വഹീഹിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഹദീത്താണ്. എഫക്റ്റീവാണ്. ഈ ദുആ കൂടെയുള്ളപ്പോൾ പ്രിയപ്പെട്ടവർ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. കാരണം നമുക്ക് അള്ളാഹിൻ്റെ വലിയൊരു സഹായം കൂടെയുണ്ട് എന്നുള്ള ഒരു മാനസിക ഉറപ്പ് കിട്ടും. അതുകൊണ്ട് മനസ്സറിഞ്ഞ് പഠിച്ചോളൂ. ഒരാളും ഇത് ഒഴിവാക്കരുത്. ഇത് ഫോണിൽ നമുക്ക് പിന്നെ സ്ക്രീൻഷോട്ടെങ്കിലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത്. സേവ് ചെയ്ത് വെക്കണം, പഠിച്ചു വെക്കണം, കണ്ടെങ്കിലും ഓതാൻ പഠിച്ചു വെക്കണം. അൽഹംദുലില്ലാ. നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഈ ഹദീസ് മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, പ്രസിദ്ധ സ്വഹാബിയാണ്. ആ മഹാനവറുകൾ ഈ ഹദീസ് നിവേദനം ചെയ്യുന്നുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള പറഞ്ഞു, തഅവ്വദൂ ബില്ലാഹ് മിൻ ജഹദിൽ ബലാഇ വദറകിശ് ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അഅദാ. 4 കാര്യങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം കേട്ടോ. 4 വിഷയങ്ങളിൽ അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കണം. കാരണം ആ 4 വിഷയങ്ങൾ കുറച്ച് പ്രശ്നമാണ്, കുറച്ച് പ്രയാസം കൂടിയ കാര്യമാണ്. അതിൽ നിന്ന് അള്ളാഹിനോട് കാവൽ ചോദിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാം. ഏതാ 4 കാര്യങ്ങളെന്നറിയോ? തഅവ്വദൂ ബില്ലാ, അള്ളാഹിനോട് കാവൽ ചോദിക്കണം. മിൻ ജഹദിൽ ബലാഇ, പരീക്ഷണങ്ങളുടെ കാഠിന്യം. ചെറിയൊരു പരീക്ഷണം വന്നു പോകലല്ല ഇവിടെ. പരീക്ഷണങ്ങളുടെ ശക്തമായ കാഠിന്യത അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. അതിനുള്ള ഈമാനും കരുത്തൊന്നും നമുക്കില്ല. നമ്മൾ ചുമ്മാ പറ്റ സാധുക്കളാണ്, പറ്റ പാവപ്പെട്ടവരാണ് നമ്മൾ. ഇനി എത്ര ക്യാഷ് ഉണ്ടെങ്കിലും ഈമാനികമായി പരീക്ഷണങ്ങളെ നേരിടാനുള്ളൊരു കരുത്തൊന്നും നമുക്കില്ല. നമ്മൾ വെറും പച്ച പാവങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹുവേ, മിൻ ജഹദിൽ ബലാഇ, പരീക്ഷണങ്ങൾ കാഠിന്യമായി വരുന്നതിനെ തൊട്ട് ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാ. മനസ്സറിഞ്ഞ് നമ്മൾ കാവൽ ചോദിക്കേണ്ട ഒന്നാമത്തെ കാര്യം മിൻ ജഹദിൽ ബലാഇ, പ്രയാസങ്ങൾ, ശക്തമായ പരീക്ഷണങ്ങളുടെ കാഠിന്യം. വദറകിശ് ശഖാഇ, വിപത്തുകൾ വന്ന് ഭവിക്കുക, അപകടങ്ങൾ വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ പ്രശ്നമുണ്ടാകും, അല്ലെങ്കിൽ ഈ വഴിക്ക് പോയാൽ, അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് പ്രശ്നങ്ങൾ പതിയിരിക്കുന്നത്, ഒരു സൂചന പോലുമില്ല, ഒരു അപകട സൂചനയോ ആലോചന പോലും ഇല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അപകടങ്ങൾ വന്നിട്ട് ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ, പെട്ടെന്ന് വെള്ളം കയറുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ ഇല്ലേ, നമ്മൾ ആകെ കിടുങ്ങിപ്പോകുന്നൊരവസ്ഥയാണ്. രാത്രി മനോഹരമായി കിടന്നുറങ്ങാം, എന്നിട്ടോ പ്രഭാതത്തിൽ ഒരു പക്ഷേ എണീക്കുക, അല്ലെങ്കിൽ പകുതി രാത്രിയാകുമ്പോൾ വലിയ അപകടത്തിൻ്റെ കയത്തിലാണ് ഞങ്ങൾ പെട്ടത് എന്നാണ് തിരിച്ചറിയുന്നത്. അല്ലാഹു കാക്കട്ടെ, എല്ലാവരെയും കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ
ഈ സഹോദരിയുടെ വാർത്ത പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രയാസം, ആ ഷോക്കുണ്ടല്ലോ, വിപത്തുകൾ വന്ന് ഭവിക്കുക, വിപത്തുകൾ വന്നിട്ട് നമുക്ക് നേരെ ചാടുക. അതിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവൽ നൽകണം എന്ന രണ്ടാമത്തെ മാറ്ററും നിങ്ങൾ കാവൽ ചോദിക്കണം. മൂന്നാമത്തെ ഉസൂഇൽ ഖലാ, വിധിയുടെ അനിഷ്ടങ്ങൾ, നമുക്കിഷ്ടമല്ലാത്ത, നമുക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വിധിയിലൂടെ വരിക. ഖൈറും ഷർറും അള്ളാഹുവിൻ്റെ വിധിയിലാണ്. അതിൽ ഷർറായ കാര്യങ്ങൾ, നമുക്ക് അനിഷ്ടകരമായ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അള്ളാഹു വിധിച്ച് നൽകുക എന്ന് പറയുന്നത് വല്ലാത്ത പ്രയാസമാണ്. അതിൽ നിന്ന് റബ്ബേ നിന്നോട് കാവൽ ചോദിക്കുക, അള്ളാഹുവിലേക്ക് തന്നെ അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. വേറെ ഒരു മുതലാളിയെ നോക്കിയിട്ട് കാര്യമില്ല, വേറൊരു പടപ്പിനെ നോക്കിയിട്ട് കാര്യമില്ല. ഈ വിധിക്കുന്ന, ഖലാ ചെയ്യുന്ന അള്ളാഹുവിലേക്ക് തന്നെ സമർപ്പിക്കുക. അള്ളാഹുവേ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പ്രയാസകരമായി ഒന്നും നീ വിധിക്കരുതേ അല്ലാ. കണ്ടാ, അങ്ങനെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. കേട്ടോളൂ, നാലാമത്തത് വശമാത്തത്തിൽ അഅദാ, ശത്രുക്കൾ, ഞങ്ങളുടെ പരാജയം, ഞങ്ങളുടെ തകർച്ച, ഞങ്ങളുടെ സങ്കടം ഇത് കണ്ടിട്ട് ശത്രുക്കൾക്ക് സന്തോഷാവുക. അതിൽ നിന്ന് റബ്ബേ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാ. ഇത് അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗമാണ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഭാഗം. നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കാൻ ഒരുപാട് കണ്ണുകൾ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ തകർച്ച, നമ്മുടെ ഡൗൺ ആകുന്നതെന്ന് കാണാൻ വേണ്ടി ഒരുപാട് പേര് ചിലപ്പോൾ കൂട്ടത്തിലുണ്ടാകും, കുടുംബത്തിലുണ്ടാവും, അയൽപക്കത്തുണ്ടാവും. എല്ലാവരും അങ്ങനെ കാണുന്നതല്ല, അത്തരം ദുർചിന്തകളുള്ള ആളുകളുണ്ടാകും. അപ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾക്ക് സന്തോഷം ഉണ്ടാകും. അങ്ങനെ തന്നെ വേണം. കുറച്ച് കയറ്റം കൂടുതലായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാകും. അത് അസൂയയിൽ നിന്നാണ് ഭൂരിഭാഗം ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾ, അസൂയാലുക്കൾ, അല്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒട്ടനവധി ഉണ്ടാവും. അവർക്ക് നീ സന്തോഷം ഉണ്ടാക്കുന്ന ഒരവസ്ഥയും നീ വിധിക്കല്ലേ റബ്ബേ. വശമാത്തത്തിൽ അഅദാ, ഞങ്ങളുടെ ശത്രുക്കൾക്ക് സന്തോഷം ഉണ്ടാകുന്ന തരത്തിൽ അവർക്ക് നീ ഇടം കൊടുക്കല്ലേ അല്ലാന്ന്. ഇത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ എഫക്റ്റീവായി കൊണ്ട് നടക്കേണ്ട ദ്വാകളിൽ ആഡ് ചെയ്യേണ്ട 4 കാര്യമാണ്. കാവൽ ചോദിച്ച് തന്നെ പോകണം. അപ്പോൾ നമ്മളൊരു കണ്ണീര് ബാധിച്ചോ അല്ലെങ്കിൽ രോഗം ബാധിച്ചോ അപകടത്തിൽപ്പെട്ടോ നമ്മളോ നമ്മളെ കുടുംബങ്ങളോ പ്രയാസത്തിൽപ്പെടുന്ന അവസ്ഥ ഉണ്ടാകില്ല. അപ്പോൾ ശത്രുക്കൾക്ക് സന്തോഷിക്കാനുള്ള വകുപ്പില്ല. മാത്രമല്ല അള്ളാഹുവിൻ്റെ അനിഷ്ടകരമായ വിധിയിൽ നിന്നും വലിയ കാവലുണ്ടാവും, അത് നമുക്ക് ഉണ്ടാകില്ല. പിന്നെയോ വിപത്തുകൾ, പെട്ടെന്ന് അപകടങ്ങൾ വന്നു ഭവിക്കുക, അതിൽ നിന്ന് അള്ളാഹുവിന് വലിയ കാവലുണ്ടാവും. അതുമാത്രമല്ല മിൻ ജഹദിൽ ബല, പരീക്ഷണങ്ങൾ, കാഠിന്യം, നമുക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണം, അതൊന്നും ഉണ്ടാകില്ല, അള്ളാഹിൻ്റെ കാവലുണ്ടാവും. ഇത് വളരെ സ്വഹീഹായ ഹദീത്താണ്. അപ്പോൾ ഈ ദുആ പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞ് നമ്മൾ പഠിച്ചു വെക്കുക. ഒരുപക്ഷെ ഇതേവരെ ഈ ദുആ ഒരു വട്ടം പോലും ചെയ്യാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അപ്പോൾ മനസ്സറിഞ്ഞ് ഇന്ന് മുതൽ ചെയ്യാം. എന്താ പറയുന്നത് എന്ന് ബോധ്യം വേണം. അതുകൊണ്ടാണ് ഞാൻ മീനിങ് അടക്കം പറഞ്ഞത്. ഇതാണ് ആ ദുആ. ഈ ദുആ നമ്മൾ എഫക്റ്റീവായി പഠിച്ചു വെക്കണം. നമുക്കൊന്ന് എൻ്റെ കൂടെ ഒന്ന് ഒരുമിച്ച് ഒരു വട്ടം ചൊല്ലിയാൽ നമുക്ക് ഒരു എളുപ്പമുണ്ടാവും. ഇതാണ് ആ ദുആ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർകി ശഖാഇ വസൂഇൽ ഖലാഇ വശമാത്തത്തിൽ അഅദാ. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർകി ശഖാഇ വസൂഇൽ ഖലാഇ വശമാത്തത്തിൽ അഅദാ. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ പതിവാക്കേണ്ട ദുആയാണ്. എല്ലാവരും പതിവാക്കണം. എല്ലാവർക്കും പടച്ചവനെ അള്ളാഹുവേ, എല്ലാ മനുഷ്യർക്കും ഇത്തരം പ്രയാസം, ഈ 4 കാര്യത്തിൽ നീ കാവൽ കൊടുക്കണേ അല്ലാ എന്നുകൂടെ അങ്ങോട്ട് ആഡ് ചെയ്തോ. നമുക്ക് എന്താ നഷ്ടമുള്ളത്? ഇതങ്ങോട്ട് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം എത്രയാണ്? ഒരാളും, നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ ആരും കഷ്ടപ്പെടരുത്. എല്ലാവർക്കും സലാമത്ത് വേണം. പ്രത്യേകിച്ച് ഇത്തരം അപകടങ്ങൾ. റഹ്മാനായ റബ്ബേ, അള്ളാഹു അപകടത്തിൽപ്പെട്ടവരും പെട്ടുകൊണ്ടിരിക്കുന്നവരും, ഞങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ എത്രയോ ഓരോ സെക്കൻഡിലും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കല്ലേ. പല നിലക്കുമുള്ള, റോഡിൽ മാത്രമല്ല, നാട്ടിൽ മാത്രമല്ല, വീട്ടിൽ മാത്രമല്ല, ഓരോ സ്ഥലങ്ങളിലും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സലാമത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് രോഗികളായ നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മൾ അള്ളാഹു അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് ശിഫാഉ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله
بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما فيها وفي